തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ആദ്യത്തെ വിവാദം ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടാണ്. അത് പലയിടങ്ങളിലും നിർത്തലാക്കി അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് മേയർ ആവശ്യപ്പെട്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ആ പഴയ കരാർ ചൂണ്ടിക്കാട്ടി അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിനെ എടുക്കേണ്ടി വന്നിരിക്കുന്നു. 23 റൂട്ടുകളിലാണ് ബസ്സുകൾ ഓടാൻ പോകുന്നത്. ഇന്ന് മേയറുടെ ആ മണ്ഡലത്തിൽ തന്നെ, ആ പ്രദേശത്ത് തന്നെ, ആ വാർഡിൽ തന്നെ ഉദ്ഘാടനവും നിശ്ചയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മാറുകയാണോ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറുന്നു. ഇവർ ആക്ഷേപിക്കുന്നു പ്രധാനമന്ത്രി വന്നിട്ട് തിരുവനന്തപുരത്തൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി വരും പ്രഖ്യാപിക്കുമെന്ന് ബി.ജെ.പി. തിരുവനന്തപുരം ഭരണഘടനയുടെ ആ വികസന രേഖ പുറത്തിറക്കിയപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല. തിരുവനന്തപുരം ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും. നായ്ക്കളുടെ ശല്യം, ഏകദേശം 19 പേരാണ് തിരുവനന്തപുരം നഗരസഭയിൽ പേപ്പട്ടി നായ്ക്കൾ കടിച്ച് മരിച്ചിട്ടുള്ളത്. ഞാൻ ലൈവായിട്ട് ജനറൽ ഹോസ്പിറ്റലിലെ സെല്ലിൽ പട്ടി കുരയ്ക്കുന്ന പോലെ കുരച്ച് നുരയും പതിയുമെന്ന് മരിക്കുന്ന ആൾക്കാർ. അതിനൊരു അറുതി വരുത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി മാനിഫെസ്റ്റോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ബസ്സുകളുടെ ഓട്ടം 40 ഇട റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിനെ പെടനെ നിർത്തി ദീർഘദൂര സർവീസുകൾ കൊടുത്തു. അർബൻ മേഖലകളിൽ നഗരവികസന മന്ത്രാലയം ഈ ഫണ്ടും ബസ്സും കൊടുത്തത് സിറ്റികളുടെ യാത്രാക്ലേശം പരിഹരിക്കാനാണ്. ഇപ്പോൾ ചെന്നൈ യാത്രാക്ലേശം ഇതുപോലത്തെ ബസ്സുണ്ട്, ബാംഗ്ലൂർ നഗരത്തിലുണ്ട്, ഹൈദരാബാദ് നഗരത്തിലുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി കൊടുത്ത ബസ്സുകൾ. അവരാരും ദീർഘദൂരത്തിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഫണ്ട് കറക്റ്റ് കണക്കും ഓഡിറ്റും കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ എടുത്തിട്ടുള്ള തീരുമാനം വളരെ ജനാധിപത്യവും സ്വാഗതാർഹമായ ഒരു കാര്യം. ആട്ടോക്കാരെ വിളിച്ചാൽ പല റൂട്ടിൽ പല റേറ്റാണ് ചോദിക്കുന്നത്. കോഴിക്കോടുള്ള ആട്ടോക്കാർ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും കറക്റ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ തിരിച്ചു തരും. തിരുവനന്തപുരം അങ്ങനെയല്ല, എല്ലാവരെയും ആക്ഷേപിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരുവനന്തപുരം അർബൻ മേഖലകളിലെ ഇട റൂട്ടുകൾക്ക് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ബസ്സുകൾ 123 ബസ്സുകൾ അനുവദിച്ചതും ഓടിച്ചതും. അപ്പോൾ ഇപ്പോൾ നഗരസഭ എടുത്ത തീരുമാനം 29 റൂട്ടിലെ ബസ് ഓടിക്കൊണ്ടിരുന്നത് നിർത്തി. അതിൽ കൗൺസിൽ തീരുമാനം 23 റൂട്ടിൽ, അത് ബി.ജെ.പി. കൗൺസിലർ മാത്രമല്ല, കോൺഗ്രസ് കൗൺസിലർ, അതുപോലെ ഭീമാവള്ളി ഏരിയയിലെ മുസ്ലിം ലീഗ് കൗൺസിലറുടെ, കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് കൗൺസിലർ, CPI കൗൺസിലർ, എല്ലാ കൗൺസിലറും 101 കൗൺസിലറുടെയും പരാതികൾ കേട്ട് യാത്രാക്ലേശമുള്ള റൂട്ടുകളിൽ ഈ വെട്ടിക്കുറച്ച ബസ്സുകൾ വിടുവാൻ 29ൽ 23 റൂട്ടിൽ ഇന്നു മുതൽ ഓടിക്കേണ്ട തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ ബി.ജെ.പി. പറഞ്ഞത് ഇപ്പോൾ ശരിയായി വരുന്നു. നഗരത്തിൽ ഓടിച്ച് ഫണ്ട് പ്രത്യേകം മാറ്റി നഗരവികസന മന്ത്രാലയത്തിനും കോർപ്പറേഷൻ്റെ വികസനത്തിനും ആണ് ഈ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. ദീർഘദൂര സർവീസുകൾ ഓടി ഈ ഫണ്ട് അവർ വേറെ രീതിയിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ പറഞ്ഞെന്താ, അതൊന്നും നടക്കാത്ത കേസാണ്, രാജേഷ് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ഇടട്ടെ, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കൊണ്ടിടട്ടെ, എന്തൊക്കെ വാഗ്വാദങ്ങളായിരുന്നു. ഇപ്പോൾ എന്താ വഴങ്ങിയത്? ഇതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ, അല്ലാതെ പ്രകോപനങ്ങൾ സംസാരിപ്പൊന്നുമല്ല. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ മേയർ ചെന്നു, ഡിസ്കഷൻ ചെയ്തു, മന്ത്രി സമ്മതിച്ചു, 23 റൂട്ട് ഫിക്സ് ചെയ്തു, ബസ്സുകൾ ഉദ്ഘാടനം അദ്ദേഹത്തിൻ്റെ കൊടുങ്ങാനൂർ എന്ന വാർഡിൽ നിന്ന് ഉദ്ഘാടനം നിർവഹിക്കുക പോകുന്നു. സാധാരണ തിരുവനന്തപുരം ജനങ്ങൾ യാത്രാക്ലേശം വളരെ യാത്രാക്ലേശമാണ്. ബി.ജെ.പി. സർക്കാരിനെ പരിഹസിക്കുമ്പോൾ അവർ കൃത്യമായി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണല്ലോ. അതെ, അതാണ് ബി.ജെ.പിയുടെ പ്രത്യേകത. ഏതെങ്കിലും ഒരു നഗരസഭ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ട് തോറ്റിട്ടില്ല. ഡൽഹി, മുംബൈ നീണ്ട 29-30 വർഷം ശിവസേന ഭരിച്ചുകൊണ്ടിരുന്നത് ഉദ്ധവ് ഇപ്പോഴും തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഷിൻഡെയും ബി.ജെ.പി. ഫട്നാവിസ് തിരിച്ചു പിടിച്ചു. അപ്പം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി ബി.ജെ.പി. ജനങ്ങളത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ ബി.ജെ.പി. എന്ന് പറഞ്ഞാൽ, RSS എന്ന് പറഞ്ഞാൽ അക്രമവാസനയെന്ന് ധരിപ്പിക്കുകയായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളുടെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം.
എങ്കിൽ മാത്രമേ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുകയുള്ളൂ. അവർക്ക് മാറി ഇപ്പോൾ 5 വർഷം കമ്മ്യൂണിസ്റ്റ്, 5 വർഷം കോൺഗ്രസ്, 5 വർഷം കമ്മ്യൂണിസ്റ്റ്, 5 വർഷം LDF, UDF ഇത് വരികയുള്ളൂ. ഇപ്പോൾ കേരള ജനത ചിന്തിച്ചു, BJP വന്നാൽ പല കാര്യങ്ങളും ഇവിടെ നടക്കും. സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും സംസാരിക്കുമ്പോൾ പറയാറില്ലേ, മോഡിയുടെ ഭരണം ഇവിടെ വരണം, അമിത്ഷായുടെ ഭരണം ഇവിടെ വരണം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ആൾക്കാർ ഓരോ ചാലയിലോ ഈസ്റ്റ് ഫോർട്ടിലോ പഴവങ്ങാടിയിലോ തമ്പാനൂരിൽ നിന്ന് അഭിമുഖം ചെയ്യുമ്പോൾ പറയുന്നത്. ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി, ഉത്തരേന്ത്യയുടെ വികസനം കേരളത്തിൽ വരണമെങ്കിൽ പറയുന്ന എന്തൊക്കെയാണോ അവർ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അവർ ചെയ്തിരിക്കും. പട്ടിയെ പിടിക്കും, ഷട്ടറിലാക്കും, ചെയ്തു. ഇട റൂട്ടിൽ ബസ് വിടും, അത് ഇന്നു മുതൽ ഉദ്ഘാടനം നിർവഹിക്കുന്നു. സാധാരണക്കാരെ 10,000 തൊഴിലാളി കണ്ടീഷൻ തൊഴിലാളികളുണ്ട്, അവരെല്ലാം യൂണിയൻ പ്രവർത്തനത്തിന് പോകുന്നു. പോകാൻ പാടില്ല. രാവിലെ നഗരം ശുദ്ധിയാക്കണം. ഇന്ന് നഗരത്തിൽ ഇറങ്ങി നോക്കൂ, എന്ത് വൃത്തിയാ. ഈസ്റ്റ് ഫോർട്ട്, പാളയം, കണ്ണിമേറ മാർക്കറ്റ്, ചാല മാർക്കറ്റ്. മേയർ രാവിലെ ഇറങ്ങുന്നു, അവർ പണിയെടുക്കുന്നു എന്ന് നോക്കാൻ പോകുന്നു. ഇതാണ് ജനകീയൻ. അപ്പോൾ രാജേഷ് ജി ഒരു ജനകീയനായിട്ട് വരുന്നു. അദ്ദേഹം എന്താണോ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പൊറപ്പകണ്ട അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത് അടുത്ത പദ്ധതി കുടിവെള്ളം. നിസ്സാരം. ഡോവൽജി വന്നിട്ട് പോയത് ചുമ്മയൊന്നുമല്ല. തിരുവനന്തപുരത്തിൻ്റെ പൾസ് മനസ്സിലാക്കാം. കാരണം 22-ാം തീയതി രാജ്യത്തിൻ്റെ സുരക്ഷിതത്വ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് തിരുവനന്തപുരത്ത് വരണമെങ്കിൽ പ്രധാനമന്ത്രി എന്തോ ഒക്കെ സൂചിപ്പിച്ചതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ വീക്ഷിക്കുവാൻ വന്നിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു ആസൂത്രണമായിരിക്കും ഇവിടെ നടക്കുന്നത്. അത് മറ്റു പാർട്ടികൾ പറയുന്ന പോലെ മൈക്കിൽ കൂടി നമ്മളിത് ചെയ്യുമെന്ന് പറയാറില്ല. കോഴി കൂട്ടിനകത്ത് മുട്ടയിടുമ്പോൾ ഞാൻ മുട്ടയിട്ടു എന്ന് പറഞ്ഞ് കൊക്കരയ്ക്കും. അതേസമയം താറാവ് വെള്ളത്തിലേക്ക് പോകുമ്പം മുട്ടയിട്ടിട്ട് വെള്ളത്തിലോ നടന്നു പോകുമ്പോഴോ അത് മുട്ടയിട്ട് പോകും, കുരയ്ക്കാറില്ല. ഭാരതീയ ജനതാ പാർട്ടി അതുപോലെയാണ്. ഏത് കാര്യങ്ങൾ ചെയ്യുന്നത് മൈക്കിൽ കൂടിയല്ല കുരയ്ക്കുന്നത്, പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കും. ആ രീതിയിലുള്ള ഒരു ജനകീയ നന്മ തിരുവനന്തപുരത്തുണ്ടാവും. ഇപ്പോൾ ഇത് വരുവാൻ പോകുന്നു. തിരുവനന്തപുരം അമ്പലങ്ങളുടെയും പള്ളികളുടെയും മോസ്കുകളുടെയും നഗരമെന്നുള്ള നിലയിൽ ആരാധനയ്ക്ക് വരുന്ന, തൊഴാൻ വരുന്നവരെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു കോറിഡോർ സംവിധാനം മേയർ പ്രഖ്യാപിക്കുവാൻ പോകുന്നു, ചെയ്യുവാൻ പോകുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഭീമാവള്ളി പള്ളി, മോസ്ക്, വെട്ടുകാട് മോസ്ക്, കറങ്ങി, ചങ്കുമുഖം, കോവളം, വേളി, ആക്കുളം, മ്യൂസിയം തുടങ്ങിയ ടൂറിസം വില്ലേജുകൾ വളരെ ആസൂത്രണമായിട്ടുള്ള, കയറി 10-32 ദിവസമല്ലേ ആയുള്ളൂ. ഇനി പല കാര്യങ്ങളും അവർ ചെയ്യും. അതുകൊണ്ടാണ് മേയർ ചോദിക്കുന്നതും സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർമാർ ചോദിക്കുന്നതും, ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ സ്മാർട്ട് സിറ്റി ബസ് ഓടിയ പൈസ എവിടെ? തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഈ പൈസ വിനിയോഗിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആ 100 രൂപ പത്രത്തിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുള്ളത്. നിങ്ങളുടെ നഗരസഭയുടെ വികസനത്തിന് ഓടി വരുന്ന ലാഭം കൊണ്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഓടിയ കാശ് എവിടെ പോയി? അപ്പോൾ ജനങ്ങളുടെ പേര് പറഞ്ഞ് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുകളെല്ലാം ദൂർത്തടിച്ച് വിനിയോഗിക്കുക. അഴിമതിയായിരുന്നു. ഓരോ വാർഡിലും അഴിമതി. വഴുതക്കാട് കണ്ടില്ലേ, വിമൻസ് കോളേജിൻ്റെ ഒരു വളയും യുവതികളുടെ പാർക്കിങ്ങിന് വേണ്ടി കോടികൾ മുടക്കി. ഇന്ന് പൊളിഞ്ഞ് തരിപ്പണമായി. അഴിമതിയല്ലേ അത്? മുട്ടത്തറ വാർഡ് കൗൺസിലർ റോഡ് ടാർ ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ കയ്ക്കൂലി ചോദിച്ചു. 20 ലക്ഷം രൂപയെ ആ പണിക്കുള്ളൂ. അതിൽ 1 ലക്ഷം രൂപ കൗൺസിലറിന്. അഡ്വാൻസ് 5000 രൂപ എണ്ണി വാങ്ങിക്കുന്നത് നമ്മൾ ചാനലുകളിൽ കൂടി കണ്ടതാണ്. ഇതാണ് ജനസേവനം. ഭാരതീയ ജനതാ പാർട്ടി അതല്ല. ശരി, ജനം തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ BJP വിജയിപ്പിച്ചത്. അതെ. ഇപ്പോൾ അവർ പറയുന്ന ഇവിടെ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വരും, എന്ത് ചെയ്തു തിരുവനന്തപുരത്തിനെന്നാണ്. പ്രധാനമന്ത്രി വന്നത് സംസ്ഥാന ഇലക്ഷൻ്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനത്തിനാണ് വന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ് BJPയും പ്രധാനമന്ത്രി. അത് ചെയ്തിരിക്കുക തന്നെ ചെയ്യും. അത് മൈക്കക്കൂടി മാത്രമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയതായിട്ട് റെയിൽവേ വികസനം വരുവാൻ പോകുന്നു. ശബരിപാത അങ്കമാലി വഴി പോയിട്ട് ശബരിമല വഴി നേരെ വെഞ്ഞാറമൂട് വഴി, കിളിമാനൂർ വെഞ്ഞാറമൂട് ടച്ച് ചെയ്ത് നെടുമങ്ങാട് കാട്ടാക്കട വഴി അത് വിഴിഞ്ഞം തുറമുഖത്തിന് ഉപയോഗിക്കുമ്പോൾ പോകുന്ന കേന്ദ്ര റെയിൽവേ പുതിയ പദ്ധതിയാണ്. ഇത് പ്രധാനമന്ത്രി മൈക്കിൽ കൂടി പറഞ്ഞതല്ല. അശ്വനി വൈഷ്ണവിൻ്റെ തീരുമാനമാണ്, റെയിൽവേ മന്ത്രിയുടെ. മെട്രോമാൻ ഒരു ഓഫീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കംപ്ലീറ്റ്
ഡൽഹി മെട്രോ തുടങ്ങിയതിന് ശേഷം റെയിൽവേയുടെ വികസനമാണ്. അതിനാക്ഷേപം. ആരധികാരം കൊടുത്തു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയിൽവേ ഓഫീസ് തുടങ്ങാൻ? എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടാതെ ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ ചെയ്യുമോ? അതിനു വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കൊടുത്തുകൊണ്ടായിരിക്കാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പബ്ലിസിറ്റി ചെയ്ത് പ്രഖ്യാപിക്കണമെന്നില്ലല്ലോ വികസനം. അതുകൊണ്ട് പല വികസനവും വിഴിഞ്ഞം പദ്ധതിയുടെ പുതിയ കോറിഡോർ ബന്ധം, പോത്തങ്കോട്, കാട്ടാക്കട, നെടുമങ്ങാട്, കിളിമാനൂർ, നാവായിക്കുളം പദ്ധതികൾ വരുവാൻ പോകുന്നു. ഇതൊന്നും ഒരു പൊതുയോഗത്തിൽ കൂടി പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല. നയപരമായ കാര്യങ്ങൾ മേയറുമായിട്ട് ആലോചിച്ച്, സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് അതാത് മന്ത്രാലയങ്ങൾ പ്രഖ്യാപിക്കും. അതാണ് BJPയുടെ നയം. അല്ലാതെ ഒരു പൊതുയോഗത്തിൽ കൂടി വന്ന് പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്യണമെന്നൊന്നും നിബന്ധനയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.